സമീപകാലങ്ങളായി രേണുസുതി തൊടുന്നതെല്ലാം വലിയ വിവാദങ്ങളായി മാറുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സുധിയുടെ അവാർഡുകൾ കട്ടിലിനടിയിൽ ചാക്കിൽ കെട്ടിവെച്ചതും ഫോട്ടോ സൂക്ഷിച്ചതുമൊക്കെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി. ഇതിന് പിന്നാലെ വീടുമായി ബന്ധപ്പെട്ട രേണുവിൻ്റെ പ്രസ്താവനയും നിശിതമായ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. KHDC എന്ന കൂട്ടായ്മയും മറ്റു ചിലരും ചേർന്ന് കൊണ്ടാക്കി കൊടുത്ത രേണുവിൻ്റെയും മക്കൾക്കും വീട് വെച്ച് നൽകിയത്. ഈ വീട് ഇപ്പോൾ വലിയ രീതിയിൽ ചോരുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ രേണുസുതി വ്യക്തമാക്കിയത്. അവർ ദാനം നൽകിയ വീടാണ്. അത് വലിയ കാര്യം തന്നെയാണ്. അക്കാര്യത്തിൽ വലിയ നന്ദിയുണ്ട്. എന്നാലും ചില സ്ഥലങ്ങളിൽ വീട് ചോരുന്നുണ്ടെന്നും രേണു പറഞ്ഞു. ഇതോടെയാണ് വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് KHDEC ഗ്രൂപ്പ് സ്ഥാപകനും രേണുവിൻ്റെ വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ച ഫിറോസ് രംഗത്ത് വന്നിരിക്കുന്നത്. രേണു പറയുന്നത് പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ലെന്ന് 100 അല്ല 200% ഉറപ്പാണ്. ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് സുധീര 2 കുഞ്ഞുങ്ങൾക്ക് പേരിൽ ആ വീട് നിർമ്മിച്ച് നൽകിയെന്നും അദ്ദേഹം പറഞ്ഞു. വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട്. അത് തന്നെ സൈഡിലും കൊടുത്തിരിക്കുന്നു. ലൂബേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പുണ്ട്. ശക്തമായ കാറ്റും ഈ മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റൽ അടിച്ച് അകത്ത് കയറും. അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊടുത്ത വീട് ഗുണനിലവാരം ഇല്ലാത്ത എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. എല്ലാ വർഷവും ഓരോ വീട് പാവപ്പെട്ട കുടുംബങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അത്തരത്തിലാണ് സുധീയുടെ മക്കൾക്ക് വേണ്ടി ഈ വീട് നിർമ്മിച്ചത്. ഈ വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത്. എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറും ടിവിയും വാട്ടർ ഫിൽറ്ററും ഒക്കെ സ്ഥാപിച്ച് നൽകാൻ സാധിച്ചു. അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായി എൻ്റെ ഭാഗത്തു നിന്ന് വലിയൊരു തുക ചെലവഴിച്ചിട്ടുണ്ടെന്നും ഫിറോസ് പറയുന്നു. സഹായിക്കാൻ കാശില്ലാത്തതിനാൽ അവിടെ വന്ന് വീട് പണി യാതൊരു കൂലിയും വാങ്ങാതെ ചെയ്തുപോയ നിരവധി ചെറുപ്പക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം വിഷമം ഉണ്ടാക്കുന്ന വീഡിയോയാണ് ഇന്നലെ മുതൽ പ്രചരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി. നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും അല്ലാതായി പോകുന്ന അവസ്ഥ. ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു. വീട് നിർമ്മാണം തന്നെ പൂർത്തിയായത് ഫണ്ട് തികയാതെയാണ്. ഇനി വർക്ക് ഏരിയ കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും. അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ നാണക്കേട് എന്നായിരുന്നു ഭീഷണിയുടെ സ്വരത്തിൽ രേണു പ്രതികരിച്ചത്. എന്നാലും നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്തോ എന്ന് ഞാനും പറഞ്ഞു. വീട്ടിൽ കയറിക്കൂടുന്ന ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിച്ചെന്ന് നിന്നിരുന്നില്ല. അവൾ എത്രയോ പേർക്ക് കഴുതിയെന്നും ഇന്നൊന്നും അറിയില്ലായിരുന്നു. വീട് നൽകിയതിനു ശേഷം അത് കഴിഞ്ഞു. വീട് കൊടുത്ത ഒരു കടപ്പാടായിട്ട് കൊണ്ട് നടക്കരുത് എന്നുണ്ടായിരുന്നു. ലൂവേഴ്സിനുള്ളിൽ കൂടി ചാറ്റൽ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ 5000 രൂപ മുടക്കിൽ അവിടെ ഗ്ലാസ് ഇടാമെന്നല്ലോ ഞാൻ പറഞ്ഞു. എന്നാൽ അവർക്ക് അതൊന്നും കഴിയില്ല. ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങളെ ഇവിടുന്ന് പോയി വേണം അത് ശരിയാക്കി കൊടുക്കാൻ. മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അതായത് ഒരു ബൾബ് പോയാലോ ഫീസ് പോയാലോ ഞങ്ങളെ വിളിക്കും. ഇതോടെയാണ് വീട് ഇനി അതിൻ്റെ മെയിൻ്റനൻസ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു.